Stay tuned to Kids Corner and set free from all tensions and worries. പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കരുണ. നമ്മൾ കരുണയെക്കുറിച്ച് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? പണ്ടൊരിക്കൽ പ്രീതാൻറ്റി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അത് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റുള്ളവരോട് നമ്മൾ കാണിക്കേണ്ട കരുണയാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വചനവും സുഹൃജപവും പഠിക്കാം. ഇന്നത്തെ വചനം ഇതാണ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. റിപ്പീറ്റ് ചെയ്യോ? നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഓക്കെ, ഇനി സുഹൃജപം. ഈശോയെ കരുണയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ കരുണയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓക്കെ. ദൈവത്തിൻ്റെ കരുണ എങ്ങനെ മനസ്സിലാക്കാം മകളെ? ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു അവസരമാണിത്. നിങ്ങൾ കേട്ട് കാണും, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഡിസംബർ 8-ാം തീയതി മുതൽ കരുണയുടെ വർഷമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ കരുണ എന്ന് മാർപ്പാപ്പ അതിൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണ വെളിപ്പെട്ടത് ഈശോയിലൂടെയാണ്. മാർപ്പാപ്പ ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഇങ്ങനെയാണ്, കരുണയുടെ മുഖം, ദ ഫേസ് ഓഫ് മേഴ്സി. ഇവിടെ ദൈവത്തിൻ്റെ കരുണ ഈശോയിലൂടെ ആണ് നമുക്ക് വെളിപ്പെട്ടത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ വായിക്കുന്ന ഒരു വചനമുണ്ട്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഈശോ പറയാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ ഈശോയിലൂടെയാണ് നമുക്ക് വെളിപ്പെടുന്നത്. ഈശോയുടെ മുഖമാണ് കരുണയുടെ മുഖം. നമ്മൾ പാപികളായിരിക്കെ ദൈവം നമ്മളോട് കാണിച്ച കരുണയാണ് യേശുവിലൂടെ വെളിപ്പെട്ടത് കേട്ടോ. അപ്പോൾ കരുണയെന്ന് പറഞ്ഞാൽ എന്താ? അർഹിക്കാത്തത് നൽകുന്നതാണ് കരുണ. നമുക്ക് ശരിക്കും അർഹതയില്ല. നമ്മൾ എല്ലാവരും പാപം ചെയ്ത് നമ്മൾ ശിക്ഷയ്ക്ക് അർഹരാണ്. പക്ഷേ ദൈവം യേശുവിനെ, നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി, നമ്മളോടുള്ള കരുണയെ പ്രതി യേശുവിനെ നമ്മുടെ പാപപരിഹാരമായി നമ്മളെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മോചിപ്പിച്ചു കേട്ടോ. അതുകൊണ്ട് ദൈവം കാരുണ്യവാനാണെന്ന് ബൈബിളിൽ പല ഭാഗത്തും പറയുന്നുണ്ട്. മോശയ്ക്ക് ഈ ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും കുറവുകളുമെല്ലാം 1000 മടങ്ങ് കരുണയോടെ കാണുന്നവനാണ് ദൈവം എന്ന് ദൈവം തന്നെ പരിചയപ്പെടുത്തുന്നൊരു ഭാഗം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ കരുണ ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ എല്ലാവരോടും കരുണയോടുകൂടെ ഇടപെടുന്നു. നിങ്ങൾ ഓർക്കുന്നില്ല, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയോട് ഈശോ പറയുന്നു, മോളെ ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, സമാധാനത്തിൽ പോവുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ നമ്മൾ ശരിക്കും ദർശിക്കുന്നത് യേശുവിൻ്റെ മുഖത്താണ്. യേശുവിലൂടെയാണ് ദൈവത്തിൻ്റെ കരുണ നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്നോട് ദ്രോഹം ചെയ്യുന്നവരോട് കരുണ കാണിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും വീണ്ടും വചനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ലൂക്കാസ് സുവിശേഷത്തിലാണത്, 6-ാം അധ്യായം 36-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കും, എൻ്റെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വലിയ ഒരു കാര്യമാണ് നമ്മളെല്ലാവരോടും കരുണയുള്ളവരായിരിക്കണം. കാരണം എന്താ? നമ്മളോട് ദൈവം കരുണ കാണിച്ചു. നമ്മുടെ നിരവധിയായ തെറ്റുകൾ ക്ഷമിച്ച് ഈശോ നമുക്ക് പൂർണ്ണമായ ഒന്നും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കാതെ, നമ്മുടെ പാപങ്ങളും കുറവുകളും ഒന്നും പരിഗണിക്കാതെ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നു. ബൈബിളിൽ ഒരു ഉപമ പറയുന്നുണ്ട്. ഒരു വലിയ യജമാനനോട് കടക്കാരനായ ഒരു ഭൃത്യൻ, ആ ഭൃത്യന് യജമാനൻ കടങ്ങളെല്ലാം ഇളച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഭൃത്യൻ പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് കടമുള്ള വേറൊരു മനുഷ്യനെ കാണുന്നു. അപ്പോൾ ഇത്രയും വലിയ കടങ്ങൾ ഇളച്ചു കൊടുത്തിട്ട് വരുന്ന വഴിയിൽ ചെറിയൊരു കടം കൊടുക്കാനുള്ള മറ്റൊരു
സഹസേവകനെ തടഞ്ഞു നിർത്തി ഇവൻ കഴുത്തിന് പിടിച്ച് അവൻ്റെ കടം ചോദിക്കുന്നൊരു ഭാഗമുണ്ട്. അതുകൊണ്ട് ഈ യജമാനൻ ദേഷ്യപ്പെടുന്നതും അവനെ തുറുങ്കിലടയ്ക്കുന്നതുമായിട്ട് ബൈബിളിൽ ഒരു ഉപമയുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഓർക്കണം. തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കരുണ കാണിക്കാൻ പറ്റുന്നത് ദൈവം നമ്മളോട് കരുണ കാണിച്ചതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ഈ ആത്മാവിനെടുത്ത കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ സഭയിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പറയുന്നൊരു കാര്യമാണ് തെറ്റുകൾ ക്ഷമാപൂർവ്വം സഹിക്കുക, മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളും തെറ്റുകളും ക്ഷമാപൂർവ്വം സഹിക്കുക, അന്യരുടെ കുറവുകൾ നമ്മൾ സഹിക്കുക എന്നുള്ളത് നമ്മൾ ഈ ആത്മാവിനെടുത്ത ഒരു കാരുണ്യപ്രവൃത്തിയായിട്ട് പറയുന്നു. അതുകൊണ്ട് അങ്കിൾ പലപ്പോഴും ഓർക്കാറുണ്ട്, ചിലപ്പോഴെങ്കിലും കുട്ടികൾ അങ്കിളിൻ്റെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ദേഷ്യം വരും, നമുക്ക് അവരെ ശിക്ഷിക്കണം എന്നൊക്കെ തോന്നും. പക്ഷേ ഇടയ്ക്ക് അങ്കിൾ ഓർക്കും, ദൈവം എന്നോട് എത്രയോ കരുണ കാണിച്ചു, അതുകൊണ്ട് നമ്മളും അവരോട് കരുണ കാണിക്കണം. പലപ്പോഴും അങ്കിൾ ഈ യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോഴാണ് മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കണം, നമ്മൾ കരുണ കാണിക്കണമെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ഇന്ന് കുറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് തെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരാൾ തല്ലിയ തിരിച്ച് തല്ലുക അല്ലേ, ഒരാൾ ചീത്ത വിളിച്ച് തിരിച്ച് ചീത്ത വിളിക്കുക. ഇതാണ് ഇന്ന് ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളോട് ആരൊക്കെ തെറ്റ് ചെയ്താലും നമ്മളവരോട് ക്ഷമിക്കണം എന്നുള്ളതാണ് കേട്ടോ. കാരണം ദൈവത്തിൻ്റെ കരുണ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തെറ്റ് ചെയ്യുന്നവരോടും നമ്മളെ വിഷമിപ്പിക്കുന്നവരോടുമൊക്കെ കരുണയോടെ പെരുമാറാനാണ്. ഓക്കെ, എന്തിനാണ് പാവങ്ങളോട് കരുണ കാണിക്കണമെന്ന് പറയുന്നത്? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയെ ഈ ലോകത്തിൽ പ്രതിഫലിപ്പിക്കാനാണ് ദൈവം നമ്മളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുക. ദൈവം നമ്മളോട് കരുണ കാണിച്ചതുപോലെ നമ്മൾ ഈ ലോകത്തിലുള്ളവരോട് കരുണ കാണിക്കണം. നേരത്തെ ഞങ്ങൾ പറഞ്ഞല്ലോ, ആത്മാവിനെടുത്ത കാരുണ്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ സഭ ഇന്ന് പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ശരീരത്തിനെടുത്ത കാരുണ്യപ്രവൃത്തികൾ. അത് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രമില്ലാത്തവനെ ഉടുപ്പിക്കുക, രോഗിയായവനെ സന്ദർശിക്കുക, അതുപോലെ തന്നെ മരിച്ചവരെ അടക്കുക, പാവങ്ങളോട് കരുണ കാണിക്കുക, ഇതെല്ലാം ശരീരത്തിനെടുത്ത കാരുണ്യപ്രവൃത്തികളാണ്. അതുകൊണ്ട് ഈ യേശുവിൽ വിശ്വസിക്കുന്നവരായ നമ്മളെല്ലാവരും തന്നെ ദൈവത്തിൻ്റെ ഈ കരുണയുടെ മുഖം മറ്റുള്ളവർക്ക് കാണിക്കാനായിട്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നൊരു വചനമുണ്ട്, നിങ്ങൾ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ നിങ്ങൾക്ക് കരുണ ലഭിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കരുണ കാണിച്ചാൽ ദൈവവും നമ്മളോട് കരുണ കാണിക്കും. അതുകൊണ്ട് നമുക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യരോട്, പ്രത്യേകിച്ച് പാവങ്ങളോടും അനാഥരോടും വിധവകളോടുമൊക്കെ ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ അടുത്തേക്ക് വന്ന പാവപ്പെട്ട മനുഷ്യരെ, രോഗികളെ, ചില ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി, അവരുടെ കരുണ തോന്നി, അലിവ് തോന്നി എന്നൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് ഇല്ലേ. വഴിയരികിലിരുന്ന് യേശുവിനെ വിളിച്ച് കരഞ്ഞ ഒരു അന്ധയാചകനെ നമ്മൾ ഓർക്കുന്നില്ലേ ബൈബിളിൽ. യേശു കടന്നു പോകുന്ന വഴിയിൽ ഈ അന്ധയാചകൻ വിളിച്ചു പറയുകയാണ്, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. അതിൻ്റെ അർത്ഥം എന്താ? ദാവീദിൻ്റെ പുത്ര എൻ്റെ മേൽ കരുണയായിരിക്കണമേ അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ ആഗ്രഹിച്ച എല്ലാവരോടും ദൈവം കരുണയുള്ളവനായി. പക്ഷേ നമ്മളുടെ പ്രാർത്ഥനയ്ക്കപ്പുറത്തും ദൈവം എപ്പോഴും കരുണയുള്ളവനാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഈശോയുടെ മുഖം കരുണയുടെ മുഖമാണ്. അതുകൊണ്ട് നമ്മളും പാവങ്ങളോടും ഈ ലോകത്തിൽ വേദന അനുഭവിക്കുന്നവരോടും എല്ലാവരോടും കരുണയോടെ പെരുമാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കരുണ എന്ന ഈ ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഈ ഭാവത്തെ നമ്മുടെയും ജീവിതത്തിൽ പകർത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. കരുണയുള്ളവരായിരിക്കുവാൻ എങ്ങനെ സാധിക്കും അങ്കിളെ? ഓക്കെ, നമ്മൾ ഈ വർഷം അങ്കിൾ പറഞ്ഞ പോലെ കരുണയുടെ വർഷം പ്രഖ്യാപിച്ച ഈ അവസരം ദൈവം നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കരുണയുള്ളവരായിരിക്കാൻ ദൈവം നമ്മളിൽ നിന്ന് നമ്മുടെ എല്ലാ പെരുമാറ്റത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും കരുണയോടെ മറ്റുള്ളവർ പെരുമാറാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് കരുണയുള്ളവരായിരിക്കാൻ പറ്റുക? ഈ കരുണ ആരുടെ സ്വഭാവമാണ്? ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു വലിയ ഭാവമാണ് കരുണ. അപ്പോൾ ഈ കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിലേക്ക് നോക്കണം. ദൈവം നമ്മളോട് കാണിച്ച
കരുണയുടെ ഏറ്റവും വലിയ മാതൃകയാണ് കുരിശിൽ ഈശോ മരിച്ചത്, അല്ലേ? നമ്മൾ പാപികളായിരിക്കെ നമ്മളുടെ പാപങ്ങൾ ഈശോ കുരിശിൽ ഏറ്റെടുത്ത് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് ജീവനിലേക്ക് മോചിപ്പിച്ചു. അതുകൊണ്ട് കരുണയുള്ളവരായിരിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മളെപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കണം. വിശുദ്ധ ബലിയിലും കുദാശകൾ അടുക്കലടുക്കൽ സ്വീകരിക്കൽ വഴിയായി വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ വചനം പഠിക്കലിലൂടെ കൂട്ടായ്മ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ ദൈവത്തോട് നമ്മൾ അടുത്തിരിക്കുക. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ദൈവത്തിൽ ഒന്നായി തീരുമ്പോൾ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാവമായ കരുണയും നമ്മളിലേക്ക് വരും കേട്ടോ. അതുകൊണ്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ദൈവത്തെയും മനുഷ്യനെയും കൂട്ടി യോജിപ്പിക്കുന്ന കണ്ണിയാണ് ദൈവത്തിൻ്റെ കരുണ കേട്ടോ. ദൈവത്തിൻ്റെ കരുണയാണ് ഈ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത് കേട്ടോ. നമ്മൾ പാപികളാണ്, പാപം ചെയ്തു, കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. പക്ഷെങ്കിലും ദൈവം എന്നോട് കരുണ കാണിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വരാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു തെറ്റ് ചെയ്ത കുട്ടി അപ്പൻ ശിക്ഷിക്കുമെന്ന് കുട്ടിക്ക് തോന്നിയാൽ അപ്പൻ്റെ അടുത്തേക്ക് വരുമോ? വരില്ലല്ലോ. പക്ഷെ അപ്പൻ എന്നോട് കരുണ കാണിക്കും, അപ്പനോട് ക്ഷമിക്കും, അപ്പൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തോന്നിയാലോ, അപ്പൻ വഴക്കൊന്നും പറയില്ലെന്ന് തോന്നിയാലാണ് തെറ്റ് ചെയ്താലും കുട്ടി അപ്പൻ്റെ അടുത്തേക്ക് വരിക, അല്ലേ? നമ്മൾ ധൂർത്തുപുത്രൻ്റെ ഉപമയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് പിതാവിനെ ധിക്കരിച്ചു പോയ ധൂർത്തുപുത്രനെ പിതാവ് സ്വഭവനത്തിൽ നിരുപാധികം സ്വീകരിക്കുന്ന നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇതുപോലെയാണ് നമ്മളും ഈ ലോകത്തിലുള്ളവരോട് കരുണയുള്ളവരാകാൻ ദൈവം നമ്മളിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കുന്നു. ഈ വർഷം ആഗോള കത്തോലിക്ക സഭ കരുണയുടെ വാതിൽ തുറക്കുന്നു എന്നാണ് പറയുക. പാപികളായ എല്ലാ മനുഷ്യരും, ദൈവത്തിൽ നിന്ന് അകന്നവരെല്ലാവരും തന്നെ ഈ വർഷം ദൈവത്തിൻ്റെ കരുണയുടെ വാതിലിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരണമെന്ന് സഭ ആഗ്രഹിക്കുന്നു കേട്ടോ. അതുകൊണ്ട് കരുണയുടെ ഒരു പുതിയ സംസ്കാരം, എത്ര തെറ്റ് ചെയ്തവരായാലും അവരോട് കരുണ കാണിക്കാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ ഫ്രാൻസിസ് പാപ്പ വധശിക്ഷ എന്ന് പറയുന്ന നിയമം നിർത്തലാക്കാൻ വേണ്ടി UN അധികാരികളോട് സംസാരിക്കാൻ പോയി എന്നൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ എത്ര വലിയ തെറ്റുകാരനാണെങ്കിലും ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കിയാൽ അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. അതാണ് നമ്മൾ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് കേട്ടിട്ടില്ലേ? ഞാൻ പാപികളിൽ ഒന്നാമനാണ്, എങ്കിലും ദൈവത്തിൻ്റെ കരുണ എനിക്ക് ലഭിച്ചു കേട്ടോ. അതുകൊണ്ട് കരുണയുടെ ഈ വർഷത്തിൽ നമുക്കും കരുണയുള്ളവരാകാം, ദൈവത്തോടെ ചേർന്ന് നിൽക്കാം, ദിവസവും പള്ളിയിൽ പോകാൻ പ്രാർത്ഥിക്കാം. ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ പ്രാർത്ഥിക്കാവുന്ന ഒരു സുഹൃദൈവമാണ് ദൈവമേ എന്നോട് കരുണയായിരിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്യാം. ദൈവം എന്നോട് കരുണ കാണിക്കുന്ന പോലെ ഞാനും മറ്റുള്ളവരോട് കരുണ കാണിക്കുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം. അങ്ങനെ കരുണയുടെ ഒരു പുതിയ സംസ്കാരം, കരുണയുടെ വാതിലിലൂടെ ഈ ലോകത്തിലുള്ള എല്ലാവരും പ്രവേശിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ. ഇപ്പോൾ അങ്കിള് പറഞ്ഞു തന്ന പോലെ ദൈവം നമ്മളോട് ഒത്തിരി കരുണ കാണിക്കുന്നുണ്ട് അല്ലേ? അതേപോലെ നമ്മളോട് ദ്രോഹം ചെയ്യുന്നവരോടും കഷ്ടത അനുഭവിക്കുന്നവരോടും നമുക്കും ഒത്തിരി കരുണ കാണിച്ചൂടെ? ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ആക്ഷൻ സോങ് കാണാം. അതിനു മുമ്പ് വചനവും സുപ്രച്ചപ്പോൾ ഏറ്റുപറയാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഓക്കെ. ഇനി സുഹൃജപം. ഈശോയെ ഞങ്ങൾ കരുണയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
ആക്ഷൻ സോങ് കണ്ടോ? സ്റ്റെപ്സ് ഒക്കെ പഠിച്ചോ? എന്നൊന്ന് ചെയ്തേ. അത് വേണ്ടല്ലേ, പഠിച്ചോ സ്റ്റെപ്സ്? ഓക്കെ. അപ്പോൾ അടുത്തത് നമുക്കൊരു കഥ കേൾക്കാം. അമ്മാമ്മ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. ഇന്ന് ഏത് വിശുദ്ധനെയാണ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് അവിടെ ചെന്ന് തന്നെ നോക്കാം. അതിനു മുമ്പ് വചനോത്സവം ഏറ്റുപറയാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവൻ. ഓക്കെ, ഇനി സുഹൃത്തുക്കൾ, ഈശോയെ ഞങ്ങൾ കരുണയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് വിശുദ്ധ എഫ്രേമിനെ കുറിച്ചാണ്. കേട്ടിട്ടുണ്ടോ ഈ വിശുദ്ധനെ? ഇല്ല. വലിയൊരു വിശുദ്ധനായിരുന്നു. കവിയും വാഗ്മിയും പരിശുദ്ധാത്മാവിൻ്റെ വീണയും എന്നറിയപ്പെടുന്ന വലിയൊരു വിശുദ്ധൻ. ഇദ്ദേഹം ജനിച്ചത് മെസപ്പൊട്ടോമിയയിലായിരുന്നു. 18-ാമത്തെ വയസ്സിലാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. മെസപ്പൊട്ടോമിയയിൽ പെട്ടെന്ന് ഒരു മതപീഡനം ഉണ്ടാകുമെന്ന് ഭയന്ന് വിശുദ്ധ എഫ്രേമും അതുപോലെ തന്നെ കുറേ ക്രിസ്ത്യാനികളും അവിടെ നിന്ന് എദേസ എന്ന സ്ഥലത്തേക്ക് നാടുവിട്ടുപോയി. എദേസ എന്ന സ്ഥലത്ത് താമസമാക്കി. എദേസ എന്ന സ്ഥലത്ത് വിശുദ്ധ ഗ്രന്ഥ വിദ്യാലയം അത് തകർന്നു കിടക്കുകയായിരുന്നു. ഇദ്ദേഹം അവിടെ ചെന്ന് അത് പുനരുദ്ധരിച്ച് അതിന് നല്ല പേരും പെരുമയും ഉണ്ടാക്കി. എല്ലാവർക്കും അത് കാരണം ഈ വിശുദ്ധനെ ഇദ്ദേഹത്തെ വളരെ താല്പര്യമായിരുന്നു. ഇദ്ദേഹം അവിടെ വെച്ചാണ് 6-ാം പട്ടം സ്വീകരിച്ച്. 6-ാം പട്ടം സ്വീകരിച്ചെങ്കിലും വൈദികനാകാൻ, ഒരു പൗരോഹിത്യം സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ എളിമ സമ്മതിച്ചില്ല. അതായത് വളരെ വിനയാന്വിതനായിട്ടാണ് ജീവിച്ചു പോകുന്നത്. താൻ പാപിയാണ്, താൻ ഒരുപാട് പോരായ്മയുള്ള ആളാണ്, ദൈവത്തിന് ഒരു പൗരോഹിത്യ സ്ഥാനത്തേക്ക് ഞാൻ ഒട്ടും യോഗ്യനല്ല എന്നുള്ളൊരു തോന്നലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. അതായത് സുറിയാനി ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാമല്ലോ. അതുകൊണ്ട് ഒത്തിരി പുസ്തകങ്ങൾ എഴുതി തന്നെയല്ല പ്രസംഗിക്കും, കവിത എഴുതും. ഒരിക്കൽ അന്ത്യവിധിയെക്കുറിച്ച് ഒരു കവിത എഴുതി. ആ കവിത വായിച്ചിട്ട് പലരും മനസാന്തരപ്പെട്ട് ആ പാപജീവിതം ഉപേക്ഷിച്ച് നല്ലവരായി ജീവിക്കുന്നത് കാണാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഒരുപാട് മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞു കൊടുക്കാനും ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. തന്നെയല്ല, ഇദ്ദേഹം വിശുദ്ധിയുടെ അങ്ങേ അറ്റമാണ്. വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ആ പുസ്തകങ്ങൾ ഓരോന്നും വായിച്ചു കഴിഞ്ഞാൽ ആ വിശുദ്ധിയാണ് പ്രകടമായി കാണാൻ സാധിച്ചിട്ടുള്ളത്. വിശുദ്ധിയുടെ ഓരോ പടവും കയറിയാണ് ഈ ഓരോ പുസ്തകങ്ങളും. അത്രമാത്രം അനുഭവേദ്യമായിരുന്നു ഓരോ പുസ്തകങ്ങളും. വളരെ വിനയാന്വിതനാണെന്ന് പറഞ്ഞില്ലേ, ഇദ്ദേഹം നിലത്ത് കിടന്നാണ് ഉറങ്ങിയിരുന്നത്. പായോ അല്ലെങ്കിൽ തലേണയോ കിടക്കയോ ഒന്നും ഉപയോഗിക്കില്ല, നിലത്ത് കിടന്നുറങ്ങും. 2-3 ദിവസം ഉപവസിക്കും. രാത്രി വളരെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കും, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതായത് പാപം ചെയ്ത് ആരും നശിച്ചു പോകരുത് എന്നുള്ള വലിയ തീഷ്ണത ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചു. ഒരിക്കൽ ഒരു സഹോദരൻ ഇദ്ദേഹത്തിന് കുറച്ച് ഭക്ഷണവും കൊണ്ടുവന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാല് തട്ടി ആ ഭക്ഷണം താഴെ വീണു. ഇയാൾ ആകെ പരിഭ്രമിച്ച്, അയ്യോ അത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച്. ഇയാളുടെ ഈ പരിഭ്രമം കണ്ടുകൊണ്ട് സഹോദരൻ്റെ മുഖത്തിങ്ങനെ തട്ടിക്കൊണ്ട് പറഞ്ഞു, സാരമില്ല,
എന്ന് പറഞ്ഞ് ആ താഴെ വീണ സാധനങ്ങൾ ഭക്ഷണം എടുത്തു കഴിച്ച്. അങ്ങനെ അയാളെ ആശ്വസിപ്പിച്ച്. ഇങ്ങനെയാണ് ഓരോ ചെറിയ കാര്യത്തിന് പോലും വളരെ എളിമ, വിനയം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അതാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം പുസ്തകങ്ങൾ എഴുതുമായിരുന്നെന്ന് പറഞ്ഞില്ലേ. ഒരിക്കൽ ഒരു അന്തിമ വിധിയെക്കുറിച്ച്, അത് നേരത്തെ പറഞ്ഞു തോന്നുന്നു, അന്തിമ വിധിയെക്കുറിച്ചുള്ള ആ എഴുത്ത്, ആ ലെറ്റർ വായിച്ചിട്ട് പലരും മാനസാന്തരപ്പെട്ടത് കൂടാതെ അന്ന് പാഷണ്ണികളുണ്ടായിരുന്നു. പാഷണ്ണികൾ, അതായത് സഭയെക്കുറിച്ച് തെറ്റായ ബോധ്യം കൊടുക്കുന്നവർ. അവർ കുറേ പാട്ടുകൾ എഴുതി ഈ തെരുവിലൂടെ പാടിക്കൊണ്ട് നടന്നു. ഇത് ഇദ്ദേഹത്തിന് കേട്ട് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം വേഗം അതിന് വിപരീതമായിട്ട് പാട്ടെഴുതി അദ്ദേഹം തന്നെ പാട്ടുകൾ പ്രചരിപ്പിച്ച്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്ന് പേര് വരാൻ കാരണം. മരിക്കുന്നത് വരെ അദ്ദേഹം പാട്ടുകൾ എഴുതിയും പാടിയും അതുപോലെ തന്നെ പ്രസംഗിച്ചും അനേകരെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്ന വലിയൊരു വിശുദ്ധനായിരുന്നു വിശുദ്ധ എഫ്രേം. പ്രൈസ് ദി ലോർഡ്. പ്രായമുള്ളവർ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് റോഡ് ക്രോസ് ചെയ്യൽ, അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ വണ്ടിയിലൊക്കെ പോകുമ്പോൾ റോഡിൽ ഇങ്ങനെ പ്രായമുള്ളവർ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നത്? അപ്പോൾ ഇനി മുതൽ നമ്മൾ അങ്ങനെ കാണുമ്പോൾ നമുക്കൊന്ന് അവരെ സഹായിക്കാൻ ശ്രമിച്ചൂടെ? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നമ്മൾ കരുണയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, അല്ലേ? ഡൗട്ട്സൊക്കെ ക്ലിയർ ആയി? ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ വചനവും സുകൃതവും ഏറ്റു പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവാൻ. ഓക്കെ. ഇനി സുകൃതജപം. ഈശോയെ ഞങ്ങൾ കരുണയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.